പ്രദീപ് മേച്ചേരി. അപ്പം ഇന്ന് പറയാൻ പോകുന്ന കഥ മംഗലശ്ശേരി നമ്പൂതിരിയും വില്ലുമംഗലം സ്വാമിയാർ തമ്മിലുള്ള കഥയാണ്. നമ്മൾ ഒരാളെ കാണുമ്പോൾ അയാൾ നല്ലൊരു ആളാണ്, അപ്പം അങ്ങനെ ഒരു തോന്നൽ ചിലപ്പോൾ വരും. പിന്നെ കുറച്ച് ദിവസം പെരുമാറി ഒക്കെ വരുമ്പോഴാണ് നമ്മൾ വിചാരിച്ച പോലെയല്ല, കുറച്ച് മാറ്റങ്ങളുണ്ട് എന്നൊക്കെ തോന്നുക. അല്ലെങ്കിൽ ചില ആൾക്കാരെ അവരുടെ ഭാവം ഇതൊക്കെ നോക്കി ഇയാള് തീരെ അടുക്കാൻ അത്ര ശരിയാവില്ല എന്നൊക്കെ അങ്ങനെ ഒരു തോന്നലും ചിലപ്പോൾ വരും. പക്ഷെ കുറച്ച് ദിവസം പെരുമാറുമ്പോഴാണ് അയാളൊരു മനസ്സും അല്ലെങ്കിൽ ആളെ കുറിച്ച് കൂടുതൽ അറിയുമ്പോഴാണ് ഒരു ആളെ കുറിച്ചൊരു ഗുണം. അപ്പം നമുക്ക് രണ്ട് തരത്തിലും ഇങ്ങനെ ആൾക്കാരെ കുറിച്ച് അഭിപ്രായങ്ങൾ മാറി വരാം. അപ്പം അതേപോലെ തന്നെയാണ് ഭക്തന്മാരായിട്ടുള്ള ആൾക്കാരായാലും. അപ്പോൾ ചിലരെ കണ്ടു കഴിഞ്ഞാൽ വളരെ ഭക്തിയും വിശ്വാസവും അങ്ങനെയുള്ള ഒക്കെയുള്ള ആൾക്കാരാണെന്ന് നമുക്ക് പ്രഥമ ദൃഷ്ട്യാ തോന്നും. പക്ഷെ പിന്നെ അവരുടെ രീതികളൊക്കെ കൂടുതൽ മനസ്സിലാക്കുമ്പോൾ നമ്മൾ വിചാരിച്ച അത്ര ഇല്ല, അങ്ങനെ ഒരു തോന്നലുകൾക്ക് മാറ്റങ്ങൾ ഇങ്ങനെ വരാം എന്നർത്ഥം. ഇപ്പൊ നമ്മുടെ തോന്നല് നമ്മൾ വിചാരിക്കുന്ന പോലെ ആവില്ല പല കാര്യങ്ങളും ഓരോ സംഭവങ്ങൾ നോക്കുമ്പോൾ. അപ്പോൾ പിന്നെ കഥയിലേക്ക് പ്രവേശിക്കാം. ഈ വില്ലുമംഗലം സ്വാമിയാര് എന്നുവെച്ചാ ഈ ഗുരുവായൂർ അമ്പലത്തിൽ പലപ്പോഴും വരിക. അപ്പം ഗുരുവായൂരപ്പനെ നേരിട്ട് കാണുക, സംസാരിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു ദിവ്യത്വമുള്ള ഒരാളാണ്. അപ്പോൾ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്തതായിട്ട് അങ്ങനെ കഥകളിലൊന്നും അങ്ങനെ കണ്ടിട്ടില്ലെങ്കിലും അപ്പം അദ്ദേഹത്തിന് ഗുരുവായൂരപ്പൻ എപ്പോഴും കൂടെ ഉണ്ട് എന്നുള്ള ഒരു ഇതാണ്. അപ്പോൾ പല സ്ഥലങ്ങളും ചുറ്റി സഞ്ചരിക്കും, ഭിക്ഷകൾ സ്വീകരിക്കും, അനുഗ്രഹിക്കും. അങ്ങനെയാണല്ലോ അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതം. അനവധി കഥകളും വില്ലുമംഗലത്തിനെ കുറിച്ചുണ്ട്. അപ്പോൾ ഗുരുവായൂർ അമ്പലത്തിലും ഇതേപോലെ താമസിക്കലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു കാലത്ത് നാട്ടുകാരായിട്ടുള്ള ആൾക്കാർക്ക് ഒരു ഗ്രാമഭിക്ഷ നടത്തണം എന്ന് ഒരു ആഗ്രഹം ഒരു ക്ഷേത്രത്തിൽ താമസിക്കുന്ന സമയത്ത്. ഈ ഗ്രാമഭിക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗ്രാമത്തിലുള്ള എല്ലാ നമ്പൂതിരിമാരുടെ കുടുംബത്തിൽ വെച്ച് അല്ലെങ്കിൽ ആ ഇല്ലത്ത് വെച്ച് ഒരു ദിവസം വയറ് നിറച്ച് മിഷ്ടാന്ന ഭക്ഷണം സ്വാമിയാർക്ക് കൊടുക്കുക. അപ്പം അതിന് വേണ്ടി സ്വാമിയാരെ തലേ ദിവസം ചെന്ന് അപ്പം ആ ഇല്ലത്തെ നമ്പൂതിരി ക്ഷണിച്ച് പിന്നെ ആ സമയമാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ താമസിക്കുന്ന അമ്പലത്തിൽ ചെന്ന് അദ്ദേഹത്തിനെ എതിരേറ്റ് ഇവിടെ കൊണ്ടുവന്ന് ഭക്ഷണം തൃപ്തിയായിട്ട് കൊടുത്ത് അദ്ദേഹത്തിന് സന്തോഷമായിട്ട് പറഞ്ഞേക്കും. ഇതാണ് ഒരു രീതി. അപ്പം അങ്ങനെ ഒരു പ്രാവശ്യം ഇപ്പം ഈ ക്ഷേത്രത്തിൽ താമസിക്കുന്ന സമയത്ത് അപ്പം ആ നാട്ടിലുള്ള നമ്പൂതിരിമാർക്ക് എല്ലാവർക്കും കൂടി നമുക്കൊരു ഗ്രാമഭിക്ഷ നടത്തണം എന്ന് കുറച്ച് പേർക്കൊക്കെ ഒരു അഭിപ്രായം. ഇപ്പൊ മറ്റുള്ളവരോട് പറഞ്ഞപ്പോൾ അത് നല്ലൊരു കാര്യമാണ്. അപ്പം അവരൊന്ന് അതൊന്ന് നടത്താം എന്ന് തീരുമാനിച്ചു അവരെല്ലാവരും. അപ്പം അങ്ങനെ സ്വാമിയാരെ കണ്ടപ്പോൾ വില്ലുമംഗലം സ്വാമിയാരെ കണ്ടപ്പോൾ ഇങ്ങനെ പറയും, ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ ഗ്രാമത്തിലുള്ള എല്ലാവർക്കും ഓരോ ദിവസം സ്വാമിയാർക്ക് ഒരു ഭിക്ഷ തരണം എന്നൊരാഗ്രഹമുണ്ട്. അപ്പോൾ അതിനെന്താ, എനിക്ക് സന്തോഷമേ ഉള്ളൂ. സ്വാമിയാരെ സമ്മതമൊക്കെ കിട്ടി. അപ്പം അങ്ങനെ തീരുമാനിച്ച് കഴിഞ്ഞപ്പോഴാണ് അപ്പം അവിടെ ആ ഇല്ലങ്ങളുടെ കൂട്ടത്തിൽ മംഗലശ്ശേരി എന്ന് പറഞ്ഞൊരു ഇല്ലുണ്ട്. അപ്പം ഈ മംഗലശ്ശേരി ഇല്ലത്തെ നമ്പൂതിരി എങ്ങനെയാണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് വെളിച്ചാകുമ്പോൾ കുഴിയൊന്നുമില്ല. പിന്നെ വേദം എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയില്ല, ശാസ്ത്രം എന്താണെന്ന് അറിയില്ല, ഒരു ശുദ്ധം അങ്ങനെയൊന്നും ഇല്ലാത്ത ഒരു നമ്പൂതിരിയാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഇല്ലത്താന്ന് വെച്ചാൽ അദ്ദേഹമുണ്ട്, അദ്ദേഹത്തിൻ്റെ ഭാര്യയുണ്ട്, കുട്ടികളൊന്നുമില്ല. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു അവസ്ഥ. അപ്പോൾ അവർ തീരുമാനിച്ച് ഓരോ ദിവസം ഓരോ കുറി എടുക്കുക. കുറി ആരെയാണ് കിട്ടണമെന്ന് വെച്ചാൽ ആളുടെ ഇല്ലത്ത് വെച്ച് ഗ്രാമഭിക്ഷ നടത്താം. അപ്പം അങ്ങനെ നിശ്ചയിച്ചു. അപ്പോൾ ഈ മംഗലശ്ശേരിയുടെ കാര്യത്തിൽ കൂടി ചോദിച്ചിട്ട് വേണമായിരുന്നില്ലേ ഇങ്ങനെ ഭിക്ഷയുടെ കാര്യം പറയാന്ന് ചില ആൾക്കാർ കുറ്റമൊക്കെ പറയാൻ തുടങ്ങി. അപ്പോൾ കുറച്ച് ആൾക്കാരും അത് കുഴപ്പമില്ല, മംഗലശ്ശേരി ഞങ്ങൾ സമ്മതിപ്പിച്ച് കൊണ്ടുവന്നോളാം എന്ന് വേറൊരു കൂട്ടർ പറഞ്ഞു. അപ്പോൾ അതോടുകൂടി പിന്നെ ആ കാര്യം എല്ലാവർക്കും സമാധാനം. എന്നിട്ട്
അപ്പോൾ അപ്പൊ അന്ന് ഓരോ കുറി ഓരോ ദിവസം ഓരോ കുറി എടുക്കും. അപ്പൊ ആ ഇല്ലത്ത് ഉള്ള നമ്പൂതിരി പോയിട്ട് സ്വാമിയെ ക്ഷണിക്കും. അങ്ങനെ ഊണ് കഴിക്കാനൊക്കെ ക്ഷണിച്ച് തലേദിവസം ക്ഷണിച്ച് പിന്നെ അന്ന് അദ്ദേഹത്തിന്റെ കൂട്ടിക്കൊണ്ടുവന്ന് മൃഷ്ടാനം ഭക്ഷണമൊക്കെ കൊടുത്ത് അപ്പൊ സ്വാമിയെ അനുഗ്രഹിച്ച് അപ്പൊ അങ്ങനെ അത് തുടർന്ന് വരികയാണ്. അപ്പൊ അതിന്റെ ഇടയിൽ ഒരു ദിവസം മംഗലശ്ശേരിക്ക് കുറി കിട്ടി. അപ്പൊ മംഗലശ്ശേരിക്ക് കുറി കിട്ടിയപ്പോ അപ്പൊ അവിടുത്തെ ഗ്രാമത്തിലുള്ള ആൾക്കാരൊക്കെ കൂടി സ്വാമിയുടെ മഠത്തിൽ ചെന്ന് പറഞ്ഞു, ഞങ്ങളിങ്ങനെ സ്വാമിയാർക്ക് ഒരു ഭിക്ഷയുടെ ഗ്രാമഭിക്ഷ നടത്താന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പൊ എന്ത് സ്വാമിയാര് നോക്കിയ ഈ ചോദ്യം ഈ മംഗലശ്ശേരി നമ്പൂരി അപ്പൊ പറഞ്ഞു, ഞങ്ങള് ഒരു ഗ്രാമഭിക്ഷ നടത്താമെന്ന് ഞങ്ങള് നമ്പൂതിരിമാരെല്ലാവരും കൂടി തീരുമാനിച്ചു. അപ്പൊ ഓരോ ദിവസം അത് കുറി എടുത്തിട്ടാണ് തീരുമാനിക്കുക. ഓരോ ദിവസം ഓരോ ഇല്ലത്ത് വെച്ച് സ്വാമിയാർക്ക് ഭിക്ഷ കൊടുക്കും. അപ്പൊ ഇന്ന് കുറി കിട്ടിയത് അങ്ങേക്കാണ്. അതിനെന്താ, എൻ്റെ അവിടെ വന്നോട്ടെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഊണ് കൊടുത്തോളാം എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ അപ്പൊ അതിന് സ്വാമിയെ ക്ഷണിക്കുകയൊക്കെ വേണം. അല്ല, അതൊക്കെ ഞാൻ ശരിയാക്കിക്കോളാം എന്ന് മംഗലശ്ശേരി നമ്പൂതിരി. എന്നിട്ട് മംഗലശ്ശേരി നമ്പൂതിരിക്ക് ഒരു വാലിയക്കാരനൊക്കെ ഉണ്ട്. അപ്പൊ ആ വാലിയക്കാരനോട് പറഞ്ഞു, ആ സ്വാമിയരെ പോയി ക്ഷണിക്കൂ പോയിട്ട്. സ്വതവേ ആ നമ്പൂതിരി തന്നെ പോയിട്ട് ക്ഷേത്രത്തിൽ ചെന്ന് സ്വാമിയാരെ കണ്ട് ക്ഷണിക്കുകയാണ് അതിന്റെ ഒരു രീതിയൊക്കെ. ഇത് അവിടുത്തെ വാലിയക്കാരനെ ഏൽപ്പിച്ചു. അപ്പൊ അയാൾ പോയിട്ട് ഒരു സ്വാമിയാരുണ്ട് നമ്പൂരിശൻ പറഞ്ഞയച്ചിട്ട് വന്നാണ്, സ്വാമിയാരുണ്ടോ, അപ്പൊ അങ്ങേരോട് നാളെ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ നമ്പൂരിശന്റെ അവിടേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ സ്വാമിയാര് പറഞ്ഞു, ഞാൻ തന്നെയാണ് സ്വാമിയാര്, നാളെ ഉച്ചയ്ക്ക് വരാം, ഊണ് കഴിക്കാൻ വരാം എന്ന് സ്വാമിയാർ പറഞ്ഞു. ക്ഷണം ആപ്പാടെ കൂടി ഒരു സുഖമായില്ല, എന്നാലും സ്വാമിയാർ അങ്ങനെ സമ്മതിച്ചു. അപ്പൊ അത് കഴിഞ്ഞ് വെളിച്ചാകുമ്പോ സ്വാമിയാർക്ക് കുളിച്ച് ജപം ധ്യാനം ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് കുറെ നേരം തേവാരൊക്കെ കഴിഞ്ഞ് ഒരു 10 മണിയൊക്കെ ആയപ്പോ സ്വാമിയാര് സ്വാമിയാര് മംഗലശ്ശേരിയുടെ ഇല്ലത്തേക്ക് പുറപ്പെട്ടു. അപ്പൊ അവിടെ ചെന്ന് ഇദ്ദേഹം അവിടെ അങ്ങനെ ഇരിക്കുക. അപ്പൊ അവിടെ വന്ന വാലിയക്കാരുണ്ട്. അപ്പൊ മംഗലശ്ശേരി ഇപ്പൊ എവിടെ, മംഗലശ്ശേരി ഒന്നും കണ്ടില്ലല്ലോ എന്ന് ചോദിക്കും. ഇല്ലത്തിൽ ഇപ്പൊ ആരെയും കാണാനില്ല. അപ്പൊ അദ്ദേഹം എനിട്ടിട്ടൊന്നുമില്ല, ഉറങ്ങുകയാണ്, കുറച്ച് കഴിഞ്ഞാ എനിക്കും, അപ്പൊ വിളിക്കും. അപ്പൊ അദ്ദേഹം വില്വങ്കല സ്വാമിയാർ അവിടെ കുറെ നേരം അങ്ങനെ കന്നു, എത്രയായിട്ടും എനിക്കിനെ കാണാനില്ല. അപ്പൊ അങ്ങനെ വന്നപ്പോ പതുക്കെ വാതിലൊന്ന് തുറന്ന അകത്തേക്ക് നോക്കി. അപ്പൊ അവിടെ ഈ മംഗലശ്ശേരി നമ്പൂതിരി മലന്ന് കിടക്കുന്നുണ്ട്. മംഗലശ്ശേരി നമ്പൂതിരിയുടെ മേത്ത് ഉണ്ണികൃഷ്ണൻ ഓടി കളിക്കുന്നുണ്ട്. അപ്പൊ മംഗലശ്ശേരി പറയുന്നുണ്ട്, അയ്യോ എനിക്ക് ഇപ്പൊ ഇതേ സ്വാമിയാര് വന്നു, എനിക്ക് ഭിക്ഷ കൊടുക്കണം, ചോറൊക്കെ കൊടുക്കണം, സ്വാമിയാര് വിളിക്കട്ടെ, വരട്ടെ, കുറച്ച് കഴിയട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ കളിക്കുകയാണ്. കുറെ കഴിഞ്ഞപ്പോ കഷ്ടിച്ച് ഉണ്ണിക്കണ്ണൻ സമ്മതിച്ചു, ഇനിയിപ്പോ സ്വാമിയാർക്ക് ഭിക്ഷ കൊടുക്കാം. അപ്പൊ അപ്പോഴേക്കും വേഗം മംഗലശ്ശേരി എന്നിട്ട് എന്നിട്ട് സ്വാമിയാരോട് പറഞ്ഞു, ഞാൻ കുറച്ച് വൈകിപ്പോയി, ഉണ്ണിക്കണ്ണൻ അങ്ങോട്ട് വിടുന്നില്ല, നമുക്ക് ഊണ് കഴിക്കാട്ടോ. അപ്പൊ അകത്തേക്ക് ചെന്നപ്പോ ഊണ് കഴിക്കും വിഭവം സമൃദ്ധമായിട്ടുള്ള സദ്യ ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ മംഗലശ്ശേരി പോയിട്ട് 3 ഇല വെച്ചു. അപ്പൊ 3 ഇല ഒരറ്റത്ത് സ്വാമിയാർക്കും ഒരറ്റത്ത് മംഗലശ്ശേരി നമ്പൂതിരിക്കും, നടുക്കില് ഉണ്ണിക്കണ്ണനും ഇല വെച്ച്. അപ്പൊ മറ്റുള്ളവരൊക്കെ ഇരുന്നപ്പോ ഉണ്ണിക്കണ്ണൻ എത്രയായിട്ട് ഇരിക്കുന്നില്ല. അപ്പൊ മംഗലശ്ശേരിക്കും ഒരു വിഷമം എന്താ ഉണ്ണിക്കണ്ണൻ ഇരിക്കാത്ത എന്നൊക്കെ വെച്ചു. അപ്പൊ പറഞ്ഞു, എനിക്ക് വില്ലുമംഗലത്തിന്റെ അടുത്ത് ഇരിക്കാൻ പറ്റില്ല, സ്വാമിയുടെ അടുത്ത് ഇരിക്കാൻ പറ്റില്ല, മംഗലശ്ശേരിയുടെ അടുത്തിരിക്കണം, വില്ലുമംഗലത്തിന്റെ അടുത്ത് ഇരിക്കാൻ പറ്റില്ല. അപ്പൊ ഒരു കാര്യം ചെയ്തു, ഒരറ്റത്ത് ഉണ്ണിക്കണ്ണൻ ഇല വെച്ചു, അത് കഴിഞ്ഞ് അതിൻ്റെ അടുത്ത് മംഗലശ്ശേരിക്ക് വെച്ചു, അതിൻ്റെ അപ്പുറത്ത് വില്ലുമംഗലം സ്വാമിയാർക്കും വെച്ചു. അപ്പൊ അതോടുകൂടി സന്തോഷമായി. 3 ആളും ഊണ് കഴിച്ചു. ഊണൊക്കെ സുഖമായി. ഊണൊക്കെ കഴിഞ്ഞപ്പോ പിന്നെ സ്വാമിയാർ പുറത്തേക്ക് ഇറങ്ങി. അത് കഴിഞ്ഞ് നോക്കുമ്പോ ഉണ്ണിക്കണ്ണനെ കാണാനില്ല. എന്നിട്ട്
അപ്പൊ സ്വാമിയാര് നന്നായിട്ട് അനുഗ്രഹിച്ചു മംഗലശ്ശേരി. അപ്പൊ ഞാൻ ഇത്രയ്ക്കൊന്നും വിചാരിച്ചില്ല. എനിക്ക് വളരെ സന്തോഷമായി, ഊണൊക്കെ സുഖമായി എന്ന് പറഞ്ഞു. അപ്പോൾ മംഗലശ്ശേരി നമ്പൂതിരി പറഞ്ഞു, ഞാൻ അത്ര വേദോ ശാസ്ത്രമോ അല്ലെങ്കിൽ പുരാണം ഇതൊന്നും അറിയണ ഒരാളല്ല, ഒരു സാധാരണ ഒരു മനുഷ്യൻ, അത്രേ ഉള്ളൂ. പിന്നെ എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു അനന്തര തലമുറയ്ക്ക് വേണ്ടി ഒരു കുട്ടി ഇല്ല എന്നുള്ളൊരു വിഷമമുണ്ട്. അപ്പം അത് ഉണ്ണിക്കണ്ണൻ തീർത്ത് തരുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഞാൻ ഒരു സാധാരണ ഒരാളാണ്. അപ്പോൾ സ്വാമിയാർ വന്നതൊക്കെ എനിക്ക് സന്തോഷമായി. അപ്പം ഇനിയും അങ്ങക്ക് ഇടയുള്ള സമയത്തൊക്കെ ഇവിടെ വരാം, എനിക്ക് സന്തോഷമേ ഉള്ളൂ. അപ്പം അത് കേട്ടപ്പോൾ കുറച്ച് നേരം ഒന്ന് ആലോചിച്ചു ഒന്നും കൂടി. എന്നിട്ട് സ്വാമിയാർ പറഞ്ഞു, എന്തായാലും അങ്ങയുടെ ആഗ്രഹം കുറച്ച് കാലത്തിനുള്ളിൽ സാധിക്കും എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ച് പിന്നെ അവിടുത്തെ ബാക്കിയുള്ള ഇല്ലങ്ങളിൽ ഭിക്ഷ കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞ് സ്വാമിയാർ തിരിച്ചു. അപ്പം ചുരുക്കത്തിൽ എന്താന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കണ പോലെയല്ല ഓരോ കാര്യങ്ങളും. ഇപ്പോൾ ഭഗവാന്റെ ഒരു അനുഗ്രഹം അല്ലെങ്കിൽ ഒരു ഇഷ്ടം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഒരിക്കലും നിർണ്ണയിക്കാൻ പറ്റില്ല. നമ്മൾ വിചാരിക്കണത് ഒന്നാവും, ഭഗവാൻ വിചാരിക്കുന്നത് വേറെ ഒന്നാവും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും നന്നായിട്ട് കാണുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെ കണ്ടാൽ നമുക്ക് പ്രശ്നമില്ല. അപ്പോൾ അതാവും ഇതിന്നൊരു ഗുണപാഠമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊക്കെ കാണുക. എല്ലാവർക്കും നമസ്കാരം.